ഹായ് ഫ്രണ്ട്സ്, ലാലാസ് ഹോട്ട് കിച്ചണിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ഫിഷ് കറി വെക്കണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. നല്ലൊരു മീൻ കിട്ടിയില്ല. ഒരു വാള പറ്റിച്ചത് വെക്കാനായിട്ടും കുറേ ദിവസം കൊണ്ട് ആലോചിക്കുന്നു. വാള കിട്ടാനില്ലായിരുന്നു. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ചുണ്ണാമ്പ് വാള കിട്ടി. ഇന്ന് നമുക്ക് അത് വെച്ച് വാള പറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ അമ്മയുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന, എൻ്റെ സ്ഥലം കൊല്ലമാണ്, അമ്മ തിരുവനന്തപുരത്തുള്ള ആ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് വാള പറ്റിച്ചത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ വാളേനെ ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് കിച്ചണിൽ പോയി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യമേ ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഞാൻ മേടിച്ചുകൊണ്ട് വന്ന വാള നല്ല വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാള പറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു കപ്പ് തേങ്ങ ഞാൻ മിക്സിയിലോട്ട് ഇടുവാണേ. ഒരു കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിതിനകത്ത് മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നല്ല വെള്ളം ഒഴിച്ച് അധികം അരയണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചുകൊണ്ട് നമുക്ക് വരാം. ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഈ അരപ്പ് ഈ മീനുമായിട്ട് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അരപ്പിട്ട് ഉപ്പുപൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഞാൻ നല്ലതായിട്ട് ഞവടി വയ്ക്കുന്നുണ്ട്. ഇത് ഞവടി കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സമയത്ത് നമുക്കിതിന് ആവശ്യമായ സവാളയും മറ്റുമൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് കടുക് വറുക്കുന്നതിന് വേണ്ടിയേ കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് കേട്ടോ, ഒഴിക്കണം. അതൊന്ന് ചൂടായി വരുമ്പം കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കാം. ഓക്കെ, തുടങ്ങട്ടെ. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു അര സ്പൂൺ കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോൾ നമുക്ക്, കടുക് പൊട്ടുന്നില്ല, പൊട്ടട്ടെ. അതെ, പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി. കടു പൊട്ടു. അതെ, കടു പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി വേണേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മൂത്തതിൻ്റെ ഒരു പച്ച മാറി. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒന്ന് ഇളക്കാം. ഞാൻ നേരത്തെ മീനിനകത്ത് കുറച്ച് ഉപ്പിട്ടിരുന്നു. എങ്കിലും ഈ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിനകത്തും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് സവാള വാടി കിട്ടും. നമ്മൾ ഒരു സവാളയാണ് ഇതിന് എടുത്തത്. ഇനി ഇത് നന്നായിട്ട് അതിൻ്റെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 6 പച്ചമുളക് കീറിയതാണ്. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇത് പച്ചമുളക് ഇച്ചിരി അധികം അവരവരുടെ എരിക്ക് അനുസരിച്ച് എടുക്കണം. ഞാനിത് 6 എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം.
അതും കൂടെ കിടന്ന് ഒന്ന് വഴഞ്ഞ് വരട്ടെ. നമ്മൾ നല്ലതായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് നല്ല ചെറിയൊരു ബ്രൗൺ കളറിൽ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് മീൻ ചേർക്കാം. നമ്മൾ അരപ്പ് പുരട്ടി നേരത്തെ വെച്ചിരുന്നതാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, തേങ്ങ, ഉപ്പ് ഇതിത്ര ഇട്ട് നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലതായി. തക്കാളിക്ക് എല്ലാം ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, തേങ്ങ, ഉപ്പ് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് ഇനി മീൻ ഇതിനകത്തോട്ട് ഇടാം. ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ അരപ്പെല്ലാം കൂടെ ഒന്ന് കഴുകി ഒഴിക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനകത്ത് ഞാൻ സ്വല്പം കുറച്ച് പുളി, വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് പുളി യൂസ് ചെയ്യണമെങ്കിൽ കുടംപുളിയാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ എൻ്റെ അടുത്ത് കുടംപുളി ഇല്ലായിരുന്നു, ഞാൻ വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കലക്കി വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നല്ലതായിട്ട് പറ്റി വരണം. നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം. നമുക്കൊന്ന് ഒന്ന് കറക്കി വെച്ച് കൊടുക്കാതെ അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ നാക്കുന്നത്. ഇച്ചിരി വറ്റണം, ഒന്ന് വറ്റട്ടെ. തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് നല്ല തിള വരുന്നുണ്ട്, നല്ല തിളച്ച് വരുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഒന്ന് കറക്കി വെച്ച് കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് പറ്റണം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കറക്കി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മീൻ ചട്ടിയിൽ പിടിക്കും. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പറ്റട്ടെ. നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടെ നോക്കാം. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മതിയേ. ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് നോക്കാം. ഒന്ന് കിടക്കുന്നല്ലോ, നല്ല പറ്റി വന്നിട്ടുണ്ട്. ഇനി സ്വല്പം വെള്ളം കണക്കൊക്കെ തോന്നും. ഇത് ചട്ടിക്കകത്തിരുന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്ന് അങ്ങ് പറ്റിക്കോളും നല്ലതായിട്ട്. അങ്ങനെ നമ്മൾ വാള പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇത് നമുക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് ഒരാൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. മറ്റാരും അല്ല, എൻ്റെ അമ്മയാണ്. നമുക്ക് അമ്മയുടെ കൈ കൊടുക്കാം. ഇത് അമ്മ കഴിച്ചു നോക്കിയിട്ട് ഇപ്പം ഇത് അമ്മയുടെ റെസിപ്പിയാണ്. അമ്മയ്ക്ക് മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റൂ. കഴിച്ചു നോക്ക്, ജസ്റ്റ് നേരത്തെ കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട് അമ്മ ഉണ്ടാക്കുന്നത്? അതേ ടേസ്റ്റ് തന്നെ. അമ്മ വടക്കംപുളിയുടെ ആളാണ്. എൻ്റെ വടക്കംപുളി ഇല്ലായിരുന്നു, ഞാൻ വാളപ്പുളിയാണ് യൂസ് ചെയ്തത്. അത് ഇന്ന് രാവിലത്തെ പർച്ചേസ്. അതെ, അടിപൊളിയാണെന്ന് അമ്മ പറഞ്ഞാൽ അതിന് വേറെ വാക്കില്ല. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ശേഷം ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അമ്മച്ചി എന്നെ കളിയാക്കിച്ചിരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായം പറയണം. മാത്രമല്ല ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ഡിഷാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഇനി അടുത്തൊരു ഡിഷായിട്ട് ഞാൻ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.